നമസ്കാരം ഗൈസ്. അതെ, വണ്ടി എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാറായിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, KSRTC ബസ്സായ പ്രമാദം. അങ്ങനെ സൈഡ് സീറ്റിൽ നിന്നിട്ട് പുറത്തേക്ക് ഒന്ന് വായ നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഫീലല്ല. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വല്ലോനും വായ നോക്കിയിരുന്നു അല്ല, കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴേട്ടോ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അവിടെ വർക്ക്ഷോപ്പിൽ ബസ് നന്നാക്കാനായിട്ട് പോയിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു ടാറ്റായൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പോവാട്ടെ. എവിടേക്കാണെന്നറിയോ, നിറമാല തുടങ്ങിയിട്ട് നമ്മുടെ ശിവരാത്രി സംബന്ധമായിട്ട് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ നിറമാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വഴിയാണ് കാര്യങ്ങളൊക്കെ കണ്ടത്. അവിടെ അന്തിക്കടുത്ത പെരുന്നാളുണ്ടായിരുന്നു, അതിൻ്റെ അമ്പും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഈ ഒരു പ്രൊഡക്റ്റ്, എൻ്റെ പൊന്നെ, നമ്മുടെ മാങ്ങ ഉണ്ടായിണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല മാങ്ങ ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടുപിടിച്ചു. എങ്ങനെ ഇവിടെ കണ്ട പിന്നെ മാവുമലിക്കല്ലേ പോകൂ. അങ്ങനെ അവിടെ കണ്ട മാവുമലിക്ക് കല്ലെടുത്ത് എറിഞ്ഞ് കല്ല് പോയതും മെച്ചം, എൻ്റെ കൈ പോയതും മെച്ചം, ഒരു മാങ്ങ പോലും കിട്ടിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ സ്വന്തം വീട്ടിലിരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കണം മിന്നുവിനും കണ്ടു. വീട്ടിൽ വന്ന് കുത്തിരിക്കണം നമ്മുടെ തുമ്പീനും കണ്ടു. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഓടി വരുന്ന ആരെ അവളെ പേര് പറഞ്ഞല്ല, പൂപ്പി അല്ലേ, പീപ്പിനെയും കണ്ടു. എപ്പോൾ വന്നാലും എന്തായാലും വീടെന്തായാലും അടഞ്ഞുകൂടി കിടക്കണമായിരുന്നു. തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്പോ ചേക്കൻ്റെ തോട്ടൊക്കെ വെച്ച് സെറ്റാക്കി മാങ്ങ പൊട്ടിപ്പിച്ച് തുടങ്ങിയിട്ട് അമ്മായിനെ കൊണ്ടും മാമനെ കൊണ്ടും അങ്ങനെ ഒരു മാങ്ങ വീണു, 2 മാങ്ങ വീണു, 3 മാങ്ങ വീണു. അങ്ങനെ മാങ്ങ വീഴോട് എന്തൊക്കെ പറഞ്ഞാലും ഇതാ ഈ ഒരു കാലം വന്നൊരു പ്രത്യേക രസമല്ലേ. ഉപ്പും മുളക് ഇട്ടിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയും കുട്ടി അങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് തിന്നായി. എത്ര എരിവുണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ളം അങ്ങോട്ട് കുടിച്ച് ആസ്വദിക്കാമല്ലോ. അപ്പം മാമി നാമം ചെല്ലണേൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നേരെ നമ്മൾ, അപ്പം മാമി ഇപ്പോഴായിട്ടാണ് കാണണം, മാമിക്ക് കണ്ണാണില്ലല്ലോ. അപ്പം മാമി മാങ്ങ ഉണ്ടാ, നീ എന്തിനാ അത് പൊട്ടിച്ച ആദ്യമായിട്ട് എനിക്ക് കൊടുത്തിട്ട് മതി, ഗണപതി തൊട്ടിട്ട് മതി, ബാക്കി ആരെങ്കിലും കഴിക്കലിട്ടാന്നും പറഞ്ഞ് നമ്മളത് കൊത്തി അരിഞ്ഞ് നമ്മുടെ മോനും കൂടിയിട്ട് അങ്ങോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളകും കുറച്ച് വെളിച്ചെണ്ണ കഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴും അമ്മയുടെ വിളി വന്നത്, നിങ്ങൾ നിറമാല കാണാനാണ് വന്നത്. അവിടെ നിറമാലയുടെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ നേരെ ഓടി നമ്മുടെ അമ്പലത്തേക്കിട്ടാ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചു. ഒന്നും തിന്നാൻ കിട്ടിയില്ല കേട്ടോ, പക്ഷേ മോശം. കുറേ താമരയിലൊക്കെ കിട്ടി. അങ്ങനെ റൗണ്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടാ. വീട്ടിൽ പോന്നപ്പോൾ കേട്ടോ കുറേ അച്ചച്ചന്മാർ ഇവിടെ ടർപ്പാളയിൽ കുറച്ച് പച്ചക്കറി ഒക്കെ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറി മേടിച്ച് പോന്നു. പോരൊക്കെ ആണ്ട് പൊറോട്ട മേടിച്ചു. എന്ത് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ. അങ്ങനെ മാമൻ്റെ ഒക്കെ സ്പെഷ്യലായിട്ടുള്ള കൊത്തു പൊറോട്ട നമുക്ക് ഉണ്ടാക്കി തന്നിട്ടാ. ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതേമാതിരി ഒന്നും അല്ലാട്ടിരുന്നിരുന്നത്. എന്തായാലും ഇത് പൊള്ളിയായിരുന്നു കേട്ടോ ഗൈസ്.